എനിക്ക് വീണ്ടും പ്രതീക്ഷ തരാണോ? കേട്ടില്ലേ കണ്ണ? അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്ത ചോദിക്കുന്നത് കേട്ടില്ലേ? അങ്ങേക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അവളെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുത്തൂടെ? കൂടെ മുഖമറച്ച സ്ത്രീ ആരാണെന്ന് മാത്രം മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അത് ശ്യാമയായിരിക്കാം. അഖിൽ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും കൊടുക്കരുത്. നിങ്ങൾ അവരുടെ പുറകെ തന്നെ ഉണ്ടാവണം. ഓക്കെ ശരി. നമ്മൾ ഒരുപാട് ദൂരായി പോയില്ലേ? സാരമില്ല കിരൺ, അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് എത്തിയാൽ മാത്രം മതി. ആ കിരൺ, ഇനി ഒരുപക്ഷെ നമ്മൾ ഏറ്റെടുത്ത ഈ ദൗത്യം ഇന്ന് തന്നെ നമ്മൾ പൂർത്തിയാക്കും. ഒരുപക്ഷെ രാധികയ്ക്ക് അവളുടെ അമ്മയെ തിരിച്ചു കൊടുക്കാൻ പറ്റും. എനിവേ, ഗ്രേറ്റ് ന്യൂസ്. കം ഓൺ. രാധികെ, വീണ്ടും എന്താ ചിന്തിച്ചിരിക്കുന്നത്? ലോകം ആരാധിക്കുന്ന നിന്റെ അമ്മയായ ഗായിക ശ്യാമയ്ക്ക് മരണമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ദുർഗ എന്താ ഉദ്ദേശിക്കുന്നെ? അനശ്വരമായ ഒരുപാട് ഗാനങ്ങൾ പാടിയ മഹാഗായികയ്ക്ക് മരണം ഒരിക്കലും ഉണ്ടാവില്ല. എന്നെന്നും അവർ ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്താ? ബോഡി കണ്ടെടുത്തു. അതിനടുത്ത് നിന്ന് ശ്യാമ മാഡത്തിന്റെ ചില പേഴ്സണൽ സാധനങ്ങൾ കൂടി കണ്ടെടുത്തു. സത്യത്തില് അത് മാത്രമാണ് ശ്യാമ മാഡത്തിന്റെ ബോഡിയാണെന്ന് സ്ഥിരീകരിച്ച തെളിവുകള്, അല്ലേ? ശ്യാമ മാഡമാണ് മരിച്ചതെന്ന് ഇതുവരെ കൃത്യമായിട്ടൊരു തെളിവ് പോലും ഇല്ല. ഒരുപക്ഷെ ഒരു അത്ഭുതം പോലെ ഇതൊക്കെ മറികടന്ന് ശ്യാമ മാഡം തിരിച്ചു വന്നാലോ? ദുർഗ, ഞാൻ പറഞ്ഞത് ഒരു സാധ്യത മാത്രം. പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കെന്തോ അങ്ങനൊരു തോന്നല് ശ്യാമ മാഡം ജീവിച്ചിരിപ്പുണ്ടെന്ന്. നിന്റെ മുന്നിലും ഒരിക്കൽ കൂടി സർപ്രൈസായി ശ്യാമ മാഡം എത്തുമെന്ന്. അമ്മയുടെ ചിത കത്തിച്ചൊരു മോളാ ഞാൻ. എനിക്കിനി പ്രതീക്ഷകൾ തരുവാണോ? അങ്ങനെയുള്ള സംഭവങ്ങള് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അടക്കം ചെയ്തതിനു ശേഷം മരിച്ചു എന്ന് വിശ്വസിച്ചവര് തിരിച്ചു വന്നിട്ടില്ലേ? അതുപോലെ തന്നെയാ ശ്യാമ മാഡം തിരിച്ചു വരും. തിരിച്ചു വരും രാധികേ. രാധികേ, ഭഗവാനെ, എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിലും ദുർഗ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ?
എപ്പോഴെങ്കിലും ഒരു ദിവസം മരണത്തിനെ തോൽപ്പിച്ച് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തിരിച്ചു വരുമോ? ഇവളുടെ നാവ് കൊണ്ട് ഭഗവാൻ പറയിച്ചതാണോ അത്? എനിക്ക് വീണ്ടും പ്രതീക്ഷ തരാണോ? കേട്ടില്ലേ കണ്ണ? അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്ത ചോദിക്കുന്നത് കേട്ടില്ലേ? അങ്ങേക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അവളെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടത്തി കൊടുത്തൂടെ? രാധികെ, പ്രതീക്ഷയുടെ ഒരു തരി ബാക്കിയുണ്ടെങ്കിൽ അത് കെട്ടുപോകാതെ നിന്റെ മനസ്സിൽ കിടക്കണം. എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അമ്മ ഒരിക്കൽ തിരിച്ചു വന്നിരിക്കും.